ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സദ്യ സ്റ്റൈൽ മാങ്ങ അച്ചാറാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരുപാട് ദിവസം വയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന അച്ചാറിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ഈ അടിപൊളിയായിട്ടുള്ള സദ്യ സ്റ്റൈൽ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ അച്ചാറിൻ്റെ റെസിപ്പീസ് എല്ലാം ഒരു പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ അച്ചാർ പിക്കിൾ റെസിപ്പീസ് എന്ന് നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാ അച്ചാറും കൊടുത്തിട്ടുണ്ട്. നാരങ്ങ, മാങ്ങ, നെല്ലിക്ക, ഇരുമ്പൻ പുളി, കണ്ണിമാങ്ങ, ഒരുപാട് സ്റ്റൈലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണണം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് സദ്യ സ്പെഷ്യൽ മാങ്ങ കറിയാണ്. അപ്പോൾ അതിനു വേണ്ടി മാങ്ങ ഒരു 5 ചെറിയ മാങ്ങയാണ്, ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇതിന് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വയ്ക്കാം. നമ്മൾ മാങ്ങ സെലക്ട് ചെയ്യുമ്പോൾ നല്ല പച്ച മാങ്ങയായിരുന്നാൽ നല്ലത്. ഒട്ടും വാടിപ്പോകാത്ത ഫ്രഷായിട്ടുള്ള മാങ്ങയായിരിക്കണം. അതുപോലെ തൊലി ഒരുപാട് ഹാർഡാണെങ്കിൽ, ഒരുപാട് കട്ടിയുള്ള തൊലിയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തൊലി ചെത്തിക്കളയാം. നല്ല അത്ര കട്ടിയില്ലാത്ത മാങ്ങ തൊലിയാണെങ്കിൽ അങ്ങനെ തന്നെ ഇടാം. അപ്പോൾ നമ്മളിനി ഇതിൽ ചേർക്കേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കായപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. പാനിൽ ഒരു 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുകിടാം. ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് നല്ല ലോയിലാക്കണം, അല്ലെങ്കിൽ ഓഫ് ചെയ്താൽ, എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം.
ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. റെഡിയാക്കിയത് ഈ മാങ്ങ നമ്മൾ ഉപ്പിട്ട് വെച്ചതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഈ മാങ്ങ അച്ചാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് അതിന് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തു. എരിവ് ഒരല്പം കൂട്ടാനായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തു. എരിവ് ഓരോരുത്തരുടെയും പാകത്തിന് ചേർക്കാം. ഇപ്പോൾ ഉപ്പ് വേണമെങ്കിലും നമ്മൾ നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടി ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇത് തിളച്ചിട്ട് തണുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ആ മുളകും എണ്ണയും വെള്ളവും കൂടെയുള്ള ആ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ആ ഒരു മിശ്രിതം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു. അപ്പോൾ ഇത് ഒരുപാട് ലൂസായിട്ടുള്ള ഒന്നല്ല, കാരണം നമ്മൾ ഇലയിൽ വിളമ്പുമ്പോൾ ഒലിച്ച് പോകാതിരിക്കണം. അതിന് കുറച്ച് കട്ടിക്ക് വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ റെഡിയായി. ഇത് ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനല്ല, കാരണം നമ്മളിതിൽ വിനീഗറൊന്നും ചേർക്കുന്നില്ല. ഇത് നമുക്ക് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സദ്യ ഉണ്ടാക്കുന്നതിന് ഒരാഴ്ച മുമ്പേ ഒക്കെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി വയ്ക്കാം. പക്ഷേ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള കണ്ണാടി ബോട്ടിലിൽ സൂക്ഷിക്കണം. നല്ലപോലെ അടച്ച് ഒട്ടും ഈർപ്പമില്ലാതെ നന്നായിട്ട് സൂക്ഷിക്കണം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കണം, കാരണം നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.